ആശമാരെ കൈയൊഴിഞ്ഞ് സർക്കാർ പരിഹരിക്കാവുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ചുവെന്ന് മന്ത്രി എം.ബി. രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സമരം അവസാനിപ്പിക്കണമെങ്കിൽ അവർ പിടിവാശി ഉപേക്ഷിക്കണം. ആശാസമരക്കാർക്ക് നിർബന്ധ ബുദ്ധിയെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഈ സമരരംഗത്തുള്ളവരെ നയിക്കുന്ന ചിലർക്ക് ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം. ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കാമെന്ന ആവശ്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമരമാണിത്. സംസ്ഥാന ഓണറേറിയം കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം, ജീവനക്കാരായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 354. 26,000 പേരിൽ 1.3% പേർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല. ലക്ഷ്യം രാഷ്ട്രീയമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. അപ്പൊ സർക്കാരിന്റെ പിടിവാശിയല്ല, സമരക്കാരുടെ പിടിവാശിയാണ്. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്നത്. അതേസമയം പരാമർശത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. സമരത്തെ തള്ളിപ്പറയുകയാണ് മന്ത്രി എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം സമരക്കാർക്കൊപ്പമാണ് എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സാർ, ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൌട്ട് ചെയ്തു. ശ്രീ കെ ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. പി.വി. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, സർക്കാർ ആശമാരോടൊപ്പമില്ല എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ്. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി ആവർത്തിക്കുന്നു. സമരക്കാർക്ക് പിടിവാശിയാണ് എന്ന് മന്ത്രി പറയുന്നു. തീർച്ചയായിട്ടും സമരത്തെ കൈയൊഴുകയാണ് സർക്കാർ ചെയ്തത്. ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാനില്ല. പരിഹരിക്കാവുന്ന കാര്യങ്ങൾ സർക്കാർ പരിഹരിച്ചു. ഈ ഓണറേറിയവും മറ്റും വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ്. അത് കേന്ദ്രം ആ രീതിയിൽ വർദ്ധിപ്പിക്കാൻ തയ്യാറായാൽ അതിന് ആനുപാതികമായി സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനം തയ്യാറാണ്. അതിനപ്പുറത്തേക്ക് നിലവിൽ സംസ്ഥാനത്തൊന്നും ചെയ്യാൻ കഴിയില്ല. മാനദണ്ഡങ്ങളായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യം. ആ മാനദണ്ഡ കാര്യത്തിൽ സർക്കാർ നേരത്തെ അനുകൂല തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് അവരെ അറിയിക്കുകയും ചെയ്ത് ഉത്തരവായി ഇറങ്ങിയിട്ടുമുണ്ട്. എന്നിട്ടും സമരം തുടരുന്നത് അവർക്ക് സമരം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടല്ല, പകരം സമരം നീട്ടിക്കൊണ്ടുപോകണം. അത് രാഷ്ട്രീയ ലക്ഷ്യത്തുള്ള സമരമാണ്. സമരക്കാർക്കൊപ്പം നിൽക്കുന്നവരിൽ ചിലർക്ക് ഈ സമരം അവസാനിക്കരുതെന്ന ഉദ്ദേശമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ സമരവുമായി മുന്നോട്ട് പോകുന്നത്. സർക്കാരിനൊന്നും ചെയ്യാനില്ല. പിടിവാശി ഉപേക്ഷിച്ച് സമരക്കാർ സർക്കാർ പറയുന്നത് പോലെ കേൾക്കണം, അല്ലെങ്കിൽ സർക്കാരിന്റെ സാഹചര്യം മനസ്സിലാക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി തദ്ദേശ മന്ത്രി എം.ബി. രാജേഷ് നിയമസഭയിൽ പറഞ്ഞത്. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സമരക്കാർക്കൊപ്പമാണ്, ആശാവർക്കൊപ്പമാണ് എന്ന നിലപാട് ഇതുകൂടി വ്യക്തമാക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി.വി. അരുൺ നൽകിയത്.